സത്യത്തിൽ മോളോട് എങ്ങനെ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇതെന്റെയും കൂടെ ആവശ്യമാ. ഇത് എന്റെ കടമയല്ലേ അമ്മേ? അവരെ തമ്മിൽ ഒന്നിപ്പിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ? മോൾ എന്താ പറഞ്ഞത്? അല്ല, അങ്ങനെ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുനർജന്മം കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ എന്റെ മോളിനെ അന്വേഷിക്കേണ്ടതാണ് ജോത്സ്യര് പറയുന്നത്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന എന്തെങ്കിലും നാം അന്വേഷിച്ചിട്ടാണോ? പോകുന്ന എന്തെങ്കിലും നാം പറഞ്ഞിട്ടാണോ? വേണ്ട സമയത്ത് വേണ്ടത് വരും. പുനർജന്മം പിന്നെ അന്വേഷിച്ചിട്ടെന്ത് കാര്യം? നിയോഗം തേടിപ്പോകേണ്ടതല്ല, അത് നമ്മളെ അന്വേഷിച്ച് വരേണ്ടതാണ്. വരാനുള്ള യോഗമുണ്ടെങ്കിൽ അത് വരും, ഇല്ലെങ്കിൽ എത്ര അന്വേഷിച്ചാലും അത് വരികയുമില്ല. ബാക്കിയെല്ലാം അറിയേണ്ട സമയത്ത് സ്വയം വെളിപ്പെടും. അങ്ങനെയാ കാണുന്നത്. ഇനി ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. ഭഗവാനേ, മോനെ ദക്ഷിണ കൊടുക്ക്. ഭഗവാനേ, അമ്മേ, ഷാരടി മാഷിന് എവിടെയോ കണക്ക് തെറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞതൊന്നും ശരിയല്ല. എന്റെ അർച്ചന മരണപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. ജീവിതത്തിലെ 2ാം ഘട്ടമല്ല 3ാം ഘട്ടം കഴിഞ്ഞാലും എന്റെ അർച്ചന തിരിച്ചു വരും. അർച്ചനയ്ക്ക് വേണ്ടിയുള്ള എന്റെ ഇത്രയും കാലത്തെ കാത്തിരിപ്പ് അത് വെറുതെ ഒന്നും ആവില്ല. ഞാൻ അനുഭവിച്ച സങ്കടങ്ങൾക്കും എന്റെ കണ്ണീരിനും ഒരു സത്യമുണ്ട്. ആ സത്യം തന്നെ അർച്ചന എന്റെ അടുത്ത് എത്തിക്കും. അതുവരെ എന്റെ അർച്ചനയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. മോനെ സച്ചി, താനെന്തു പറയുന്നു? എന്ത്? അല്ല, പോകുന്ന കാര്യമേ. എങ്ങോട്ട് പോകുന്ന കാര്യം? എടോ, ഉച്ചയ്ക്ക് അവന്തിക പറഞ്ഞില്ലേ ട്രിപ്പ്, അതിന്റെ കാര്യമാ ചോദിച്ചത്. ഓ, അതാണോ? പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. ഒരുപാട് നാളായി ഒരു യാത്ര പോകുന്ന കാര്യം ഞാനും ആലോചിക്കുക. എപ്പോഴും ഈ കോടതിയും വീടും കക്ഷികളും മാത്രം പോരല്ലോ, അല്ലാതെയും ജീവിതത്തിനൊരർത്ഥവും സന്തോഷവും ഒക്കെ വേണ്ടേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, താനൊന്നും പറഞ്ഞില്ല. പക്ഷെ എവിടേക്കെങ്കിലുമൊക്കെ ഒരു യാത്ര പോകുമ്പോൾ തന്റെ ഇഷ്ടം കൂടെ നോക്കേണ്ടത് എൻ്റെ ഒരു കടമയല്ലേ? എന്തിനങ്ങനെ കടമയെന്നൊക്കെ പറയുന്നേ? ഒരു ട്രിപ്പ് പോകുന്ന അത്ര വലിയ കാര്യമാണോ? എനിക്കാണെങ്കിൽ ഈ വീടും മോളും ഗൂഗിളും ഒക്കെ തന്നെയാ വലുത്. അതാ എന്റെ ലോകം. പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ എന്താ മറുപടി പറയാ? പോവാതിരിക്കുന്നത് ശരിയാണോ? അപ്പോ നമുക്ക് പോവാല്ലേ? മോളുടെ കാര്യം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? അവൾക്ക് സ്കൂളില്ലേ? ഇവന്റെ മോളെ കൊണ്ടുപോകണ്ട, എക്സാം എടുക്കുകയല്ലേ. താൻ വിഷമിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. മോളുടെ കാര്യം നമുക്ക് ശരിയേൽപ്പിച്ചാലോ? അവളെ നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ അമ്മയും കൂട്ടി പോവാം. അല്ല, 1-2 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. ഒന്ന് ഫ്രഷ് ആവാനും പറ്റും. പിന്നെ ഈ വീടിനകത്ത് തന്നെ താനിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു മടുപ്പും പിരിമുറുക്കൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ നമ്മളൊരുമിച്ചൊരു യാത്ര പോകുന്നത് എനിക്കും സന്തോഷം തന്നെയാടോ. എല്ലാം ഗൂഗിളിൽ തന്നെ തീരുമാനിച്ചാൽ മതി, ഞാൻ റെഡിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവന്തിയെ വിളിച്ച് പറയാം. താൻ അമ്മയുടെ കാര്യം പറഞ്ഞാൽ മതി. ശരി.
അമ്മേ, ഞാൻ അമ്മയുടെ കോള് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. യാത്രയുടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? അത് പറയാനാ ഞാൻ വിളിച്ചത്. എല്ലാം റെഡിയാക്കി വെച്ചു. സമൃദ്ധിയും ഗോകുലും നല്ല സന്തോഷത്തിലാ. ഞാനും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. സത്യത്തിൽ മോളോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇതെന്റെയും കൂടെ ആവശ്യമാ. ഇത് എന്റെ കടമയല്ലേ അമ്മേ? അവരെ തമ്മിൽ ഒന്നിപ്പിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ? മോൾ എന്താ പറഞ്ഞത്? അല്ല, അമ്മയുടെ ആഗ്രഹം നടത്തിത്തരാൻ ഞാനെപ്പോഴും കൂടേണ്ടെന്ന് പറയായിരുന്നു. മോളെ കണ്ടുമുട്ടിയത് എന്റെ ഭാഗ്യ. ഇല്ലെങ്കിൽ ഇപ്പോഴത് നടക്കില്ലായിരുന്നു. ഇതേ ദൈവം എന്നെ ഏൽപ്പിച്ച നിയോഗ. ഇത് നടത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങളെ കിട്ടിയതുകൊണ്ടാ എന്റെ ജോലി എളുപ്പമായത്. എന്റെ ശത്രു ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് എനിക്ക് നാളത്തോടെ ഉറപ്പാക്കണം. മോളെ രാവിലെ തന്നെ വരില്ലേ? ആ, രാവിലെ തന്നെ ഞാൻ എത്തിക്കോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ശരി മോളെ, നമുക്ക് രാവിലെ കാണാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദൈവമേ, അർച്ചനെ, ഈ യാത്ര കഴിഞ്ഞാൽ പിന്നെ നീ തിരിച്ചു വരുന്നത് ഗോകുലിന്റെ ഭാര്യയായിട്ടായിരിക്കും. ഇനിയുള്ള കാലം മുഴുവൻ സച്ചി നിന്നെ തേടി നടക്കും. അവനെ തിരിച്ചറിയാൻ പോലും കഴിയാതെ നീ ഗോകുലിന്റെ ഭാര്യയായി ജീവിക്കും. അയാളുടെ കുട്ടികളെയും പ്രസവിക്കും. ഇനി സച്ചിയുടെ ജീവിതത്തിലേക്ക് നിനക്കൊരു തിരിച്ചുപോക്കില്ല, നിന്റെ മരണം വരെ. സച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഒരു ജോൽസിന് എന്തോ പറഞ്ഞു എന്ന് വെച്ച് അത് സത്യമായിക്കൊള്ളണമെന്നുണ്ടോ? നമുക്ക് നമ്മുടെ അന്വേഷണം തുടരാം. ഇനി എവിടെ തുടങ്ങണമെന്നോ എങ്ങോട്ട് നീങ്ങണമെന്നോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മനസ്സ് ശാന്തമാക്കി വെച്ച് നന്നായിട്ട് ആലോചിച്ചാ മതി. ഐഡിയാസ് ഒക്കെ താനെ തെളിഞ്ഞു വരും. പറയാനൊക്കെ എളുപ്പമാ. ഞാൻ പറയും മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നില്ലേ? അതുകൊണ്ട് ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ചേട്ടനൊന്ന് ഉഷാറാവ്. അതെ, എന്തായാലും അർച്ചന പുനർജനിച്ചു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ആ അതെ, പക്ഷേ അയാൾ എന്താ ഉദ്ദേശിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. മരിച്ചിട്ട് വീണ്ടും ജനിക്കുന്നത് മാത്രമല്ലല്ലോ പുനർജന്മം. മരണത്തിന്റെ വക്കോളം പോയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും ഒരർത്ഥത്തില് പുനർജന്മം തന്നെയാ. ഒരുപക്ഷെ ഷാരടി മാഷ് പറഞ്ഞത് അങ്ങനെയാണെങ്കിലോ? അപ്പോഴും അർച്ചന ഇപ്പോ മറ്റെവിടെങ്കിലും ഉണ്ടാകാം എന്നല്ലേ അതിനർത്ഥം?